കോൺഗ്രസ് എസ്.ഡി.പി.ഐയെ ഭയപ്പെടുന്നു. കാരണം കോൺഗ്രസ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും വലിയൊരു ശതമാനം എസ്.ഡി.പി.ഐ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതിനെ നിഷേധിക്കുന്നതിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം? അല്ല, ഇതിനകത്ത് ഈ ഇപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മുസ്ലിം ലീഗിനെതിരെ, എസ്.ഡി.പി.ഐക്കെതിരെ, ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഒക്കെ വാളെടുക്കുന്നത്? വർഗീയ ധ്രുവീകരണമാണ്. അതായത് തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു എന്ന് പിണറായി വിജയന് മനസ്സിലായി. ഈ 98-ൽ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായി വന്നപ്പോൾ മുതൽ നിരന്തരം ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ചും മുസ്ലിം പ്രീണനം നടത്തി അധികാരത്തിലേറിയ ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം എല്ലാ കാലത്തും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ പോലും 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മദനിക്കൊപ്പം ഇരുന്ന് വോട്ട് ചോദിച്ച് 16 സീറ്റിലെ എണ്ണം പറഞ്ഞു തോറ്റപ്പോൾ പോലും അദ്ദേഹം മുസ്ലിം പ്രീണനം അവസാനിപ്പിച്ചില്ല. ആ പിണറായി വിജയൻ ഇപ്പോൾ 2024 മുസ്ലിം ലീഗിനെയും എസ്.ഡി.പി.ഐയെയും ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെയും ഒക്കെ നിരന്തരം ആക്ഷേപിച്ചും കുറ്റപ്പെടുത്തിയും ഒക്കെ രംഗത്ത് വരികയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് CPM ഒരു കാലവും സഹകരിച്ചിട്ടില്ല എന്ന മട്ടിലാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത്. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ അതിനെതിരെ രംഗത്ത് വന്നു. 30 വർഷത്തെ ജെന്റിൽമാൻ ഡീൽ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനുണ്ടായിരുന്നു ആ ചർച്ചയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ. അപ്പോൾ അതുപോലെ കോൺഗ്രസും ഭയപ്പെടുന്നുണ്ട്. BJPക്ക് വോട്ട് കൂടുന്നതും BJP വളരുന്നതും ഈ രണ്ട് മുന്നണികളെയും വലിയ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. നോക്കൂ, ഇത്രയും BJPക്ക് ഉള്ളിൽ പടലപ്പിണക്കങ്ങളുണ്ടായിരുന്നു, BJPക്കുള്ളിൽ കാലുവാരലുണ്ടായിരുന്നു. BJPയിൽ നിന്നൊരു പ്രമുഖ നേതാവ് BJPയെ വിട്ടുപോയി. പാലക്കാട് ജില്ലയിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവാണ് സന്ദീപ് വാര്യർ. ചെറുപ്പക്കാരുടെ വോട്ട് ഗണ്യമായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹം പാർട്ടിയെ വിട്ടുപോയി, കോൺഗ്രസ്സിൽ ചേർന്നു. എന്നിട്ട് പോലും BJPക്ക് അവിടെ 40,000-അടുത്ത് വോട്ട് കിട്ടി. ചെറിയ കാര്യമാണോ? അപ്പോൾ BJPയുടെ ഈ വളർച്ച, സ്ഥാനാർത്ഥിയോട് ഭയങ്കര വിരോധം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പൊതുവേ നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. ഒന്നൊഴിയാതെ എല്ലാവരും ഈ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയുന്നു. ഈ സ്ഥാനാർത്ഥി വേണ്ടായിരുന്നു എന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ നിർത്തിയാൽ ജയിക്കില്ല എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ടുള്ള പ്രമീളയാണ്. അതുപോലെ വീണ്ടും രംഗത്ത് വന്നു. അതുപോലെ ശിവരാജൻ ചേട്ടനും ഈ സ്ഥാനാർത്ഥിയുടെ വ്യക്തിനിഷ്ഠമായി ആ സ്ഥാനാർത്ഥിക്ക് മത്സരിച്ചാൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന അഭിപ്രായം അദ്ദേഹം പല രീതിയിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയെല്ലാം ഉള്ള പാലക്കാട് ഇത്രയൊക്കെ തിരിച്ചടി ഉണ്ടായിട്ടും BJPക്ക് അവിടെ 40,000 വോട്ട് കിട്ടി 2ാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് BJP. ചെറിയ കാര്യമല്ല അത്. LDF-ആയിട്ട് ചെറിയ വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്, സമ്മതിച്ചു. പക്ഷേ BJP എപ്പോഴും 2ാം സ്ഥാനത്താണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ BJPക്ക് കിട്ടേണ്ട വോട്ടുകളാണ് കോൺഗ്രസ്സിലേക്ക് പോകാതെ കുറേയെങ്കിലും LDF-ലേക്ക് പോയിട്ടുണ്ട്. അത്രയധികം SDPI വോട്ടുകൾ പാലക്കാട് ഉണ്ടോ? പാലക്കാട് ഏതാണ്ട് 60,000-അടുത്ത് മുസ്ലിം വോട്ടുണ്ട്, അത് സത്യമാണ്. പിന്നെ ലീഗിന് അത്യാവശ്യം സ്വാധീനമുള്ളൊരു സ്ഥലമാണ് പാലക്കാട്. ഒരു ഹിന്ദു ബെൽറ്റാണ് തീർച്ചയായിട്ടും. അവിടെ 1,90,000-അടുത്താണ് ടോട്ടൽ വോട്ടിൻ്റെ സംഖ്യ. അതിൽ 1,37,000 വോട്ടാണ് അവിടെ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന BJP വോട്ടുകൾ കാര്യമായിട്ട് പോൾ ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടതുണ്ട്. പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് BJPക്കല്ല, മറിച്ച് അത് LDF-ലേക്കും UDF-ലേക്കും പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ടോട്ടൽ വോട്ടർമാർക്കിടയിൽ 55,000-ഓളം ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. അതൊരു കുറവാണ്. എങ്കിലും കഴിഞ്ഞ തവണ അത് കൂടുതലുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് ഈ BJPയുടെ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ BJP അത്ര മോശമൊന്നുമല്ല. അവിടെ 40,000 വോട്ട് കിട്ടിയിരിക്കുന്നത് ജനങ്ങൾക്ക് BJPയെ വേണം എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു 40,000-ഓളം പേർ പാലക്കാടുണ്ട് എന്നല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്?
യഥാർത്ഥത്തിൽ അവിടെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു പക്ഷേ സുരേന്ദ്രൻ ശോഭാ മത്സരിച്ചിരുന്നെങ്കിലോ, സുരേന്ദ്രനെയോ? അതെ, ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നെങ്കിലോ, ഈവൻ ഈ സന്ദീപ് വാര്യറോ സന്ദീപ് വചസ്പതിയോ അങ്ങനെ ആരെങ്കിലും ശങ്കൂറ്റി ദാസോ ഒക്കെ മത്സരിച്ചിരുന്നെങ്കിൽ ചിലപ്പം ഒരുപക്ഷെ ചിത്രം മറ്റൊന്നായേനെ, അല്ലേ? അതെ, കാരണം അപ്പുറത്ത് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നൊരു ഒരു നേതാവാണ്. ചാനൽ ചർച്ചകളിൽ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വൈബ്രന്റ് ആയിട്ട് കോൺഗ്രസിന് വേണ്ടി ആരെയും തലയും മുറുക്കി രംഗത്തിറങ്ങി പോർ വിളിച്ച് പടവെട്ടുന്ന ഒരു യുവ നേതാവാണ്, ചെറുപ്പക്കാരനാണ്. അത് BJP മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ്. നിരന്തരം അയാൾക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അല്ലായിരുന്നു കൃഷ്ണകുമാർ. അതെ, സന്ദീപ് വാര്യറോ അല്ലെങ്കിൽ ശങ്കൂറ്റി ദാസോ സന്ദീപ് വചസ്പതിയോ കുറച്ചും കൂടി അതെ സോഷ്യൽ മീഡിയയിലെ ആളുകൾക്കിടയിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള, ഇപ്പം C കൃഷ്ണകുമാറിനെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വന്ന് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അറിയില്ല, ശരി അറിയില്ല. കാരണം അദ്ദേഹത്തിന് ഒരു വലിയൊരു അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ അറിയാം. കാരണം അവർ കുറെ കൂടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. ഒരു സെലിബ് എന്നുള്ള രീതിയിൽ നേതാക്കന്മാർക്കിടയിൽ ഒരു സെലിബ്രിറ്റി അല്ല ശരിക്കും കൃഷ്ണകുമാർ. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു സെലിബ്രിറ്റി. അപ്പൊ അതേപോലത്തെ ഒരാളെ അപ്പുറം നിർത്തിയിരുന്നെങ്കിൽ അവിടെ ഒരു ബാലൻസ് ഉണ്ടാവുള്ളൂ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു നിൽക്കുന്നു, C കൃഷ്ണകുമാർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അടി ഇവർക്ക് ആയിട്ടുണ്ട്. ഇപ്പം സുരേന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള പോർവിളികൾ നടക്കുന്നതും അതിന്റെ പുറത്താണ്. കാരണം എത്രയെത്ര നേതാക്കന്മാരാണ് ആളുകളാണ് ഇപ്പം അദ്ദേഹത്തിനെതിരെ വന്നിട്ട് രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. പക്ഷേ എന്തുകൊണ്ടാണ് പ്രഭാരിയുടെ നിലപാട് ഇങ്ങനെ ആയിപ്പോയെന്ന് മനസ്സിലാവുന്നില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ, ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രൻ തന്നെ തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ ഈ രാജി എന്നുള്ള കാര്യങ്ങൾക്ക് മുഴുവൻ വിരാമം ഇട്ടിരിക്കും. അല്ല, അദ്ദേഹം അത് പ്രഭാരി മാത്രം തീരുമാനിക്കേണ്ടതല്ല. പ്രഭാരിക്ക് ഉപരിയായിട്ട് വേറെ ഒരുപാട് ആൾക്കാരുണ്ട് BJP-യിൽ. സുരേന്ദ്രൻ മാറുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ്. പ്രഭാരിക്ക് താൽക്കാലികമായിട്ടൊരു അഭിപ്രായം പറയാമെന്നുള്ളൂ. അത് പൊതുവെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, തോറ്റു കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കാരും ഇങ്ങനെയൊക്കെ പറയും, അത് ഞങ്ങൾ മാറ്റത്തില്ല, അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല, ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് ഇത്ര ശതമാനം വോട്ട് ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ അടിസ്ഥാന വോട്ടുകളെല്ലാം പിടിച്ചു. അത് സാക്ഷാൽ പിണറായി വിജയൻ തൊട്ട് ഏറ്റവും ഒടുവിലത്തെ എന്താ പറയണ്ട ഏറ്റവും ഇളമുറക്കാരനായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം K സുരേന്ദ്രൻ വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വളരെ മോശമായി പോയി എന്നാണ്. കാരണം മാധ്യമ പ്രവർത്തകരെ മുഴുവൻ പുച്ഛിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അത് സ്ഥിരമായിട്ട് ഇതിനിടയിൽ പറഞ്ഞ കാര്യമാണെന്ന് എനിക്ക് ഓർമ്മ വന്നത്. കാരണം സുരേന്ദ്രന്റെ, നിങ്ങൾ കണ്ടിട്ടില്ലേ സുരേന്ദ്രന്റെ ഒരു പ്രസ് മീറ്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുവെയുള്ള സംസാരമോ എന്ന് പറയുന്നത് ആളുകളെ പുച്ഛിക്കുന്ന രീതിയിലാണ്. പുച്ഛമാണ് സുരേന്ദ്രന്റെ മുഖത്തെ ഒരു സ്ഥായി ഭാവം. അല്ലെങ്കിൽ അപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് തള്ളാണ് നടത്തുന്നത്, നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അല്ല, അത് ഇപ്പൊ സംഭവിച്ചത് ഈ പരാജയത്തിന്റെ ജാള്യത മറയ്ക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാധ്യമങ്ങളെ കുറെ കുറ്റം പറയുന്നു. അപ്പോൾ മാധ്യമങ്ങൾ എന്ത് ചെയ്യും? സുരേന്ദ്രൻ ചീത്ത പറഞ്ഞേ, സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞേ, ഇങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് കുറേ വാർത്തകൾ കൊടുക്കും. ഓൺലൈനുകളിൽ കുറേ വാർത്തകൾ വരും, സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് നേരെ വാളോങ്ങി. അതിനെ അത്രയേ ആയുസുള്ളൂ. പക്ഷേ അതിലുപരിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സുരേന്ദ്രൻ വേറൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞു, SDPIയുടെ വോട്ട് കൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചതെന്ന്. അത് പറഞ്ഞു. അതാണ് നമ്മുടെ വിഷയം. അവിടെയാണ് SDPI ഈ ജയിച്ചപ്പോൾ അവര് വലിയ ആഹ്ലാദ പ്രകടനം നടത്തി. അത് കോൺഗ്രസിന് പാരയാകും. അതുകൊണ്ടാണ് കോൺഗ്രസ് വളരെ തന്ത്രപൂർവം അതിനെക്കുറിച്ച് അധികം പറയാതെ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം എന്ന് പറയുന്നത്, ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി, നിങ്ങൾക്കറിയില്ലേ ലീഗിന്റെ നിലപാട്, അവര് തീവ്രവാദ ശക്തികൾക്കെതിരെ, മത തീവ്രവാദ ശക്തികൾക്കെതിരെ നിരന്തരം പോരടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. SDPIയുടെ ഏറ്റവും വലിയൊരു ശത്രു ലീഗും കൂടിയാണ്. അങ്ങനെ ഒരു SDPI തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കാം. പക്ഷെ കേരളത്തിലെ വോട്ടർമാർ അതങ്ങനെ സ്വീകരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കോൺഗ്രസിന് SDPIയുടെ പിന്തുണ കിട്ടുന്നു എന്നുള്ളത് വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് BJPയേക്കാൾ കൂടുതൽ CPM ആണ്. അതായത് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാൻ CPM കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ഇനി മറ്റൊന്ന്, ഈ SDPIയുടെ വോട്ട് കോൺഗ്രസ്സിലേക്കാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടാൻ സാധ്യതയുള്ള ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ചും നായർ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ തെക്കൻ ജില്ലകളിൽ അടപടലെ അത് കോൺഗ്രസിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെടും. യഥാർത്ഥത്തിൽ ഇവിടെ K സുരേന്ദ്രന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള തെറ്റ് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കാലങ്ങളായി അതിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയാണ്. അപ്പോഴും അദ്ദേഹം വന്ന് ന്യായീകരിക്കുക എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് തന്നെ ഭാവിയിൽ
അതിൻ്റെ ഒരു വളർച്ചയിൽ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. MT വാസുദേവൻ നായർ ഇതിനിടയിലെ പിണറായി വിജയനെതിരെ വലിയൊരു വിമർശനം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു വേദിയിൽ, കോഴിക്കോട് എവിടെയായിരുന്നു. അദ്ദേഹം അതിൽ പറഞ്ഞത് ഈ ഒരു നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് കൂട്ടിയിണക്കാൻ വേണ്ടി സാധിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: തെറ്റുപറ്റി എന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനും ഇവിടെ പതിവില്ല. അഹംബോധത്തെ കീഴടക്കി പരബോധത്തിന്റെ പ്രാധാന്യം അംഗീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഞാനിവിടെ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരേന്ദ്രൻ മനസ്സിലാക്കണം. അദ്ദേഹം മാത്രമല്ല, കേരള ബി ജെ പി മനസ്സിലാക്കണം, അതിന്റെ പ്രഭാരിയും മനസ്സിലാക്കണം. MT വാസുദേവൻ നായർ പിണറായി വിജയന് മാത്രം കൊടുത്ത ഉപദേശമല്ല, അത് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാർക്കും ഉള്ളതാണ്. പ്രത്യേകിച്ചും BJP അത് മനസ്സിലാക്കണം, സുരേന്ദ്രൻ അത് മനസ്സിലാക്കണം, പിന്നെ BJPയുടെ പ്രഭാരിയും അത് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ആരെങ്കിലും അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തർജ്ജമ ചെയ്ത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇരിക്കട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഈ SDPIയുടെ പിന്തുണ കോൺഗ്രസ്സിന് കിട്ടിയാൽ, കോൺഗ്രസ്സിന് കിട്ടുന്നു എന്ന് വന്നാൽ, പാലക്കാട് തൊട്ട് താഴോട്ടുള്ള തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ ഹിന്ദു വോട്ടിൽ അത് വലിയ ഷിഫ്റ്റ് ഉണ്ടാക്കും, പ്രത്യേകിച്ചും നായർ ഈഴവ വോട്ടിൽ. കാരണം കേരളം അങ്ങനെ വർഗീയമായി, അതികഠിനമായി, അതിഭീകരമായി ധ്രുവീകരിക്കപ്പെട്ട് നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പാലക്കാട് BJPക്ക് കിട്ടിയ 40,000 വോട്ട്. അത് വാസ്തവം പറഞ്ഞാൽ BJP പ്രവർത്തകരുടേതാണോ എന്ന് BJP പരിശോധിക്കട്ടെ. അത് ഇവിടുത്തെ സാധാരണ വോട്ടർമാരുടെ, സാധാരണ ജനങ്ങളുടെ വോട്ടാണ്. അത് ഒരു SDPI വിരുദ്ധ മനോഭാവത്തോടെയുള്ള വോട്ടാണ് എന്ന് വ്യക്തമാണ്. അത് BJPയിലേക്കാണ് പോയിരിക്കുന്നത്, അത് BJPക്ക് അനുകൂലമാണ്. അത് ഇവർ തിരിച്ചറിഞ്ഞാൽ, കോൺഗ്രസ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസ് ഈ SDPIയുടെ ഇതിനെക്കുറിച്ച് വലിയ ആവേശമൊന്നും കൊടുക്കാത്ത. നമ്മൾ അറിയാത്തൊരു കാര്യം കൂടിയുണ്ട്. ഈ SDPIയുടെ നിരവധി യോഗങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത് വോട്ട് ചോദിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്, വളരെയധികം വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നു. ഇത് എന്താണിത് സൂചിപ്പിക്കുന്നത്? കേരളത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് BJP പ്രവർത്തകർ മാത്രമല്ല, CPMൻ്റെ പ്രവർത്തകർ ഇത് ചെയ്യുന്നു. നോക്കൂ, കേരള രാഷ്ട്രീയത്തിന് ഒരു ദിശമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഈ സമീപകാലം വരെ കൃത്യമായി ന്യൂനപക്ഷ പ്രീണനം പറഞ്ഞുകൊണ്ടിരുന്ന, പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനം പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം അതിൽ നിന്ന് പതുക്കെ പുറത്തിറങ്ങി മറ്റു പല കാര്യങ്ങളും പറയാൻ തുടങ്ങി. മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തുന്നു, ജമാഅത്ത് ഇസ്ലാമിയയുടെ വെൽഫെയർ പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു, SDPIയെ ഭീകരമായി ആക്രമിക്കുന്നു. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? വളരെ കൃത്യമാണ്. കേരളത്തിലെ ഹിന്ദുവിൻ്റെ വോട്ട് BJPക്കും വേണം, LDFനും വേണം, UDFനും വേണം. അതില്ലാതെ മുന്നോട്ട് പോകുന്നത് അപകടമാണ് എന്നവർക്ക് തിരിച്ചറിയുന്നു. ഈ രണ്ട് മുന്നണികളെയും വിട്ട് ഹിന്ദു വോട്ട് ബാങ്ക് കൃത്യമായിട്ട് BJPയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഏകീകരിക്കപ്പെടുന്നു എന്നുള്ള സത്യം അവർ തിരിച്ചറിയുന്നത് കൊണ്ടാണ് പിണറായി വിജയന് വല്ലാത്ത മനോവിഷമം ഉണ്ടാവുന്നു. അദ്ദേഹം കോൺഗ്രസിനെ, ലീഗിനെയൊക്കെ തീവ്രവാദികളിലുമായിട്ട് വിളിച്ചാക്ഷേപിക്കുന്നു. അതെ, ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു.